ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ടീനേജേഴ്സിനായാലും അമ്മമാർക്കായാലും ജോലിക്ക് പോകുന്നവർക്കായാലും ഒക്കെ ഒരുപോലെ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലമാണ് നല്ല ഉറക്കമില്ലാത്തത്, ക്വാളിറ്റി സ്ലീപ്പ്. അപ്പോൾ അത് എല്ലാവരും ഒരുപോലെ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഫോണിൻ്റെ കടന്നുകയറ്റം വന്നതോടുകൂടിയാണ് നമ്മുടെ ഉറക്കം ശരിക്കും പറഞ്ഞാൽ വളരെയധികം കുറഞ്ഞു പോയത്. ആദ്യമൊക്കെ ഞാനൊക്കെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ 10 മണി കഴിയുമ്പോഴേക്കും നമുക്ക് ഉറക്കം വന്ന് തുടങ്ങും. കാരണം വേറൊന്നും ചെയ്യാനായിട്ടൊന്നുമില്ല. ക്ലാസ്സിൽ പോയതിൻ്റെ ക്ഷീണവും പഠിച്ചു കഴിഞ്ഞ ക്ഷീണമൊക്കെ കഴിയുമ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നാണ്. അതുപോലെ തന്നെ പണ്ടുള്ളവരൊക്കെ ഒരു ടൈം ആകുമ്പോൾ രാവിലെ എഴുന്നേക്കും, അതായത് രാവിലെ നേരത്തെ എഴുന്നേക്കും, വൈകുന്നേരം വേഗം ഉറങ്ങുന്നൊരു ശീലമായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താ വെച്ചാൽ TV ഫോണും എല്ലാം വന്ന ശേഷം നമ്മുടെ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ നല്ലൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ നമുക്ക് നല്ല രീതിക്ക് ഉറങ്ങാം, അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം ആ ഒരു റുട്ടീൻ, അതോടൊപ്പം തന്നെ അതിനുള്ള ടിപ്സൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നല്ല ഉറക്കം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഗുണങ്ങളെന്ന് നമുക്ക് നോക്കാം. നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും, നല്ല എനർജി ആയിരിക്കും, നമുക്ക് പ്രതിരോധ ശേഷി വർദ്ധിക്കും, നമ്മുടെ വെയിറ്റ് മാനേജ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും, മനസ്സെപ്പോഴും കുറച്ചും കൂടി ശാന്തമായിരിക്കും, സ്ട്രെസ് ലെവലൊക്കെ ഭയങ്കര കുറവായിരിക്കും നമുക്ക് നല്ല ഉറക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇത് നമ്മൾ വളരെ കുറച്ചാണ് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ദോഷം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോൾ നോക്കിയാലും ഇറിറ്റേഷൻ ആയിരിക്കും, ഒരു ദേഷ്യമായിരിക്കും, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ഹൈ സ്ട്രെസ് ആയിരിക്കും. മാത്രമല്ല പ്രതിരോധ ശേഷിയൊക്കെ നമ്മുടെ കുറച്ചുകൂടി കുറവായിരിക്കും. അതുപോലെ തന്നെ ഹൈ ബ്ലഡ് പ്രഷർ, ഡയബറ്റിക്സ് ഇതൊക്കെ വരാനുള്ള സാധ്യത ഉറക്കക്കുറവുകൊണ്ട് ഉണ്ടാവാറുണ്ട്. ഉറക്കക്കുറവിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ മക്കൾക്ക് വളരെ ചെറുതായിരുന്ന സമയത്താണ്. അപ്പോൾ ചില കുഞ്ഞുങ്ങൾ വൈകുന്നേരം ശരിയായിട്ട് ഉറങ്ങില്ല. അതുകൊണ്ട് തന്നെ അമ്മമാർക്ക് ഉറങ്ങാനായിട്ടും പറ്റില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ചില സമയങ്ങളൊക്കെ ഞാൻ ഇത് കരഞ്ഞിട്ടുണ്ട് കേട്ടോ, ഉറങ്ങാൻ പറ്റാതെ അത്രയും വിഷമിച്ചിട്ടുണ്ട്. അങ്ങനെ ഉറങ്ങാതെ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഭയങ്കര ദേഷ്യവും ഇറിറ്റേഷനാണ്, കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഉറക്കം എപ്പോഴും നമുക്ക് മൈൻഡിന് നല്ല സമാധാനം നൽകുന്നൊരു കാര്യമാണ്. അപ്പോൾ അതെങ്ങനെ നമുക്കിനി ഉണ്ടാക്കിയെടുക്കാം? ആദ്യം തന്നെ നമ്മൾ തുടങ്ങേണ്ടത് നമ്മുടെ ബെഡ്റൂമിൽ നിന്നാണ്. ബെഡ്റൂം ഒരുവിധം വൃത്തിയായിട്ട് കിടക്കുക, നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ബെഡ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഉറക്കത്തിനെ വളരെയധികം സഹായിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ കട്ടിയുള്ള കേർട്ടൻസൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അധികം വെളിച്ചൊന്നും വരാതാവുമ്പോൾ നമുക്ക് റൂമിൽ കുറച്ച് ഇരുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടെ ഉറങ്ങാനായിട്ടൊരു കംഫർട്ട് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഉറങ്ങുന്നതിന് 30 മിനിറ്റ് മുൻപെങ്കിലും നമ്മുടെ ഫോൺ ഓഫ് ചെയ്ത് വെക്കുക. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും വലിയ വില്ലൻ. ബാക്കിയെല്ലാ കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ കറക്റ്റായിട്ട് ഒരു ഇതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷേ ഫോൺ മാറ്റി വെക്കുക എന്ന് വെച്ചാൽ പലപ്പോഴും എല്ലാവരെ പോലെ തന്നെ എനിക്കും ബുദ്ധിമുട്ട് തോന്നുന്നൊരു കാര്യമാണ്. കാരണം എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് കുറച്ച് റിലാക്സ് ചെയ്യുന്ന സമയമാണ് വൈകുന്നേരത്തെ ആ ഒരു ടൈം. അപ്പോൾ ആ ഒരു സമയത്താണ് എല്ലാവരും ഫോണൊന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഉറക്കം ഒട്ടും വരില്ല. കാരണം അതിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റ്സും അതിൽ കാണുന്ന വീഡിയോസിൻ്റെ ആ ഇൻട്രസ്റ്റും. അപ്പോൾ ഈ ഒരു ഹാബിറ്റ് നമുക്ക് നിർത്താൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ സ്റ്റെപ്സിലൂടെയാണ് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമ്മളിങ്ങനെ ഫോണൊക്കെ നോക്കി അങ്ങനെ കിടന്ന് ഉറങ്ങുന്ന ഹാബിറ്റ് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെറിയ ഹാബിറ്റ്സിലൂടെ ഈ കാര്യം മാറ്റിയെടുക്കാം. ഇതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പോൾ സപ്പോസ് നമുക്ക് ഒരു 11 മണിയാകുമ്പോഴേക്കും ഉറങ്ങണം എന്നൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 10:45 ഒരു അലാറം വയ്ക്കുക. അപ്പോൾ നമ്മൾ അതുവരെ ഫോൺ നോക്കാതിരിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യായിരിക്കും. 10:45 അലാറം അടിച്ചു കഴിഞ്ഞാൽ, വൈകുന്നേരം അടിച്ചാൽ നമ്മുടെ ഫോൺ ഓഫ് ചെയ്ത് അത് മാറ്റി വെച്ച് നമ്മൾ കണ്ണടച്ച് ശാന്തമായിട്ടൊരു 15 മിനിറ്റ് മുൻപെങ്കിലും ഉറങ്ങുന്നതിന് മുൻപ് ഫോൺ ഓഫ് ചെയ്ത് വെക്കുക നിർബന്ധമായിട്ട്. അപ്പോൾ അതിന് നമുക്ക് നല്ല വിൽ പവറും നല്ല ക്ഷമയൊക്കെ വേണം കേട്ടോ. നമുക്ക് ആദ്യത്തെ 2-3 ദിവസമൊക്കെ നമ്മൾ ചെയ്യും. കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഫോൺ നോക്കാൻ ഭയങ്കരമായിട്ട് തോന്നും. കാരണം നമ്മൾ അത്രയും അഡിക്റ്റഡ് ആണ് ഫോണിലേക്ക്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്: 10:45 അലാറം വയ്ക്കുക. അലാറം അടിക്കുമ്പോൾ ഫോൺ ഓഫ് ചെയ്ത് മാറ്റി വെച്ച് പ്രാർത്ഥിച്ച് ശാന്തമായിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ ഇങ്ങനൊരു ചെറിയ ഹാബിറ്റ് ഉണ്ടാക്കിയെടുത്താൽ അത് സ്റ്റാർട്ടിങ്ങിൽ ഒരു 15 മിനിറ്റ്, പിന്നെ ഒരു അരമണിക്കൂർ മുൻപെങ്കിലും ഫോൺ ഓഫ് ആക്കുന്ന രീതിയിലോട്ട് ആക്കിയെടുക്കാൻ പറ്റിയാൽ അത് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിങ്ങനെ ചെറുതായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു അരമണിക്കൂർ മുൻപെങ്കിലും എനിക്ക് നിർത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലും കൂടുതൽ മുൻപിലോട്ട് നിർത്താൻ പറ്റണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ നമ്മുടെ വീട്ടിലെ തിരക്കുകൾ കൊണ്ട് നമുക്ക് ആകെ ഫോൺ നോക്കാൻ പറ്റുന്ന ടൈം അതായതുകൊണ്ടുമാണ് ആ ഒരു സമയത്ത് വരുന്നൊരു പ്രശ്നം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പതിയെ മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു ഹാബിറ്റ് തന്നെയാണിത്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഒരു നൈറ്റ് ടൈം റുട്ടീൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നൈറ്റ് ടൈം റുട്ടീൻ എന്ന് വെച്ചാൽ നമുക്കതിൽ പല കാര്യങ്ങളും ഉൾപ്പെടുത്താം. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യാറുള്ളത്, മക്കൾ ക്ലാസ്സൊക്കെ വിട്ട് വന്നു കഴിഞ്ഞ് അവരുടെ കൂടെ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ കിച്ചണിലുള്ള ചെറിയ പണികളൊക്കെ ഒതുക്കി കുളിച്ച് ഫ്രഷ് ആവുക വൈകുന്നേരം. അപ്പോൾ തന്നെ നമുക്ക് ഉറങ്ങാനായിട്ട് അത് ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഡിന്നറൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ എൻ്റെ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ, അത് മാക്സിമം അരമണിക്കൂർ ചെയ്യാവുന്ന ക്ലീനിങ്. അപ്പോൾ നമ്മൾ പാത്രങ്ങൾ കഴുകൽ, അങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ മാത്രം ചെയ്യുക. കുറേ പണി ചെയ്ത് അടുക്കളയിൽ ഇങ്ങനെ നിന്നാൽ ആ പണികൾ തീരില്ല. നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് നിന്നുകൊണ്ടിരിക്കും, നിർത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്രങ്ങളെല്ലാം വാഷ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഒരു ഏപ്രൺ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷായി ഇട്ടിരിക്കുന്ന ആ ഡ്രസ്സൊന്നും നാശാവില്ല, നീറ്റായിട്ട് നമുക്ക് ഉറങ്ങണ സമയത്ത് കുറച്ചും കൂടി നല്ലത് അതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഏപ്രൺ യൂസ് ചെയ്ത് പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞ്
റൂമിലോട്ട് വന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് ഫോൺ ചെക്ക് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് അത് മാറ്റി വെച്ചൊന്ന് പ്രാർത്ഥിച്ച് ശാന്തമായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ടൈമിങ് സെറ്റ് ചെയ്യുക. പണി ചെയ്തുകൊണ്ടിരിക്കാനുള്ള തീരുമാനം എന്ന് വെച്ചാൽ അത് ഒരിക്കലും തീരില്ല, എല്ലാതും പണികളും അങ്ങനെ തന്നെ വീട്ടിലത്തെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കണം നിർത്താമെന്ന്, നാളെ ബാക്കി ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉറക്കം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുമ്പോൾ ബാക്കിയെല്ലാം നമുക്ക് മാറ്റി വയ്ക്കാൻ കുറച്ചും കൂടി തോന്നും. നാലാമത്തെ ഒരു ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ വൈകുന്നേരത്തെ ഉറക്കം നമ്മളെ അത് സഹായിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും എക്സസൈസിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അപ്പം എനിക്കിഷ്ടം കൂടുതൽ നമ്മൾ ആ ഒരു 4:30-5 മണി ആ ടൈമൊക്കെ ആകുമ്പോഴാണ് എക്സസൈസ് ചെയ്യണം നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ക്ഷീണം വരും. ക്ഷീണം വന്നു കഴിയുമ്പോൾ എന്തായാലും വൈകുന്നേരത്തെ പണിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഉറങ്ങാനായിട്ട് തോന്നും. നമ്മുടെ ബോഡി ടയേർഡായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് കഴിയുമ്പോൾ ഫോൺ ഇങ്ങനെ എത്രയ്ക്ക് ഉറക്കം വന്നാൽ ഫോൺ പിന്നെ നോക്കിയിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബോഡിക്ക് കുറച്ച് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്ഷീണം ഫീൽ ചെയ്യുകയും നമുക്ക് ഉറങ്ങാനായിട്ട് തോന്നും. അതോടൊപ്പം തന്നെ നമ്മൾ പകലുറക്കം കുറച്ച് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം പകൽ നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോൾ വൈകുന്നേരം ഉറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. പകലുറക്കം ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ മാക്സിമം അത് കുറയ്ക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ചായ, കാപ്പി എന്നിങ്ങനെയുള്ളതൊക്കെ അധികമായിട്ട് കുടിക്കാതെ നോക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ അത് നമ്മൾ കുറേ കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് അധികം ഉറക്കം ഫീൽ ചെയ്യില്ല, നമുക്കറിയാമല്ലോ. അതും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ വെള്ളം കുടിക്കുന്നത് ഒരു 6 മണി 7 മണി വരെ നമ്മൾ കുറച്ച് അധികം കുടിക്കുക. അതിന് ശേഷം വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കുക. അതിന് മുൻപ് വരെ നമുക്ക് നന്നായിട്ട് കുടിക്കാം. കാരണം നമ്മൾ ഒരുപാട് വെള്ളം ഇങ്ങനെ കുടിച്ച് ആ ഒരു വൈകുന്നേരങ്ങളിൽ വരെ കുടിച്ച് വരുമ്പോൾ പിന്നെ നമുക്ക് ഉറങ്ങാൻ കൊടുക്കുമ്പോഴേക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകാനൊക്കെ ആയിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ ഉറക്കം ബ്രേക്ക് ആവും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വെള്ളം കുടിക്കുന്നത് പകൽ സമയങ്ങളിൽ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെ നേരത്തെ ഉറങ്ങാനായിട്ട് സ്റ്റാർട്ടായി കഴിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നേരത്തെ എഴുന്നേക്കാൻ തുടങ്ങും. അത് നമുക്ക് എഴുന്നേക്കേണ്ട ടൈമല്ല, അതിന് മുൻപേ എഴുന്നേക്കാനായിട്ട് തുടങ്ങും. അതിനൊരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇപ്പോൾ ചിലപ്പോൾ വൈകുന്നേരം 11 മണി 11:30 ഉറങ്ങിയിട്ട് രാവിലെ 5 മണിക്ക് 5:30 എഴുന്നേൽക്കുന്നവരാവും. അപ്പോൾ നമ്മൾ ആകെ ഉറങ്ങുന്നത് 5 മണിക്കൂറൊക്കെ ഉറങ്ങുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ബോഡി ക്ലോക്ക് അതിലേക്ക് സെറ്റായി പോവും. അതായത് 5 മണിക്കൂർ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ തനിയെ എണീക്കും, നമുക്ക് പിന്നെ ഉറക്കം വരില്ല. അതങ്ങനെയാണ്. അപ്പോൾ നമ്മൾ 7 മണിക്കൂർ ഉറങ്ങി ശീലിച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും നേരം ഡീപ്പായിട്ട് ഉറങ്ങാൻ നമുക്ക് പറ്റും. നമ്മൾ എത്രത്തോളം അങ്ങനെ ഉറങ്ങി പഠിക്കുന്നു അത്രത്തോളം നമുക്ക് ഡീപ്പായിട്ട് ഉറങ്ങാനൊരു കിട്ടും. അപ്പോൾ അത് നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മൾ ഈ 5 മണിക്കൂർ ഉറങ്ങി കുറേ നാൾ ശീലമായി പിന്നെ അത് മാറ്റാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ നേരത്തെ ഉറങ്ങി തുടങ്ങുമ്പോൾ ഇങ്ങനെ നേരത്തെ അറിയാതെ എണീക്കുന്നു. ഇപ്പോൾ 3 മണിക്ക് എണീറ്റു 4 മണിക്ക് എഴുന്നേറ്റ് ഒരു ആവശ്യമായത് എഴുന്നേറ്റിട്ട് പിന്നെ നമുക്ക് ഉറക്കം വരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നമ്മുടെ ഫോൺ ആ സമയത്ത് എടുക്കരുത്. പലപ്പോഴും എനിക്കതിന് പറ്റുന്നൊരു മിസ്റ്റേക്കാണ്. നമ്മൾ എങ്ങനെ എഴുന്നേക്കും 3 മണി 4 മണിക്ക് എഴുന്നേറ്റ് ഫോൺ വെറുതെ എടുത്ത് നോക്കും, എന്തെങ്കിലും കാര്യം ടൈം എത്രയും നോക്കാനാവും എന്തെങ്കിലും കാര്യത്തിനൊക്കെ ആവും. എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ ഉറക്കം വരില്ല. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഫോൺ എടുക്കരുത്. അത് മാറ്റി വെച്ച് കണ്ണടച്ച് ഒന്ന് ശ്വാസം വലിച്ച് വിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. ഞാൻ സാധാരണ അത് ചെയ്താറ്. പ്രാർത്ഥിച്ച് വരുമ്പോൾ ഞാനിങ്ങനെ അറിയാതെ തന്നെ ഇങ്ങനെ ഉറങ്ങിപ്പോവും. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇടയിൽ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ പിന്നെ വീണ്ടും ഉറങ്ങാനായിട്ട് നമ്മളെ ആറാമതായിട്ട് നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ബെഡ്ഷീറ്റ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നല്ല കോട്ടൻ്റെ ബെഡ്ഷീറ്റ്, നല്ല കംഫർട്ട് തരുന്നത്, ചൂടെടുക്കുന്നതും ചില സാറ്റിൻ്റെ ടൈപ്പ് മെറ്റീരിയൽസൊക്കെ നമുക്ക് കിടന്ന് കഴിയുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണ്. എനിക്കിഷ്ടമില്ല കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന നമ്മുടെ ബോഡിക്ക് നല്ലൊരു കംഫർട്ട് കൊടുക്കുന്ന നല്ല ബെഡ്ഷീറ്റുകൾ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും നല്ല ബെഡ്ഷീറ്റ്സ് എപ്പോഴും ഇങ്ങനെ മാറ്റി മേടിച്ച് ട്രൈ ചെയ്യാറുണ്ട്. അതിൻ്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് റൂമിലേക്ക് വരുമ്പോൾ തന്നെ അതിൽ കിടക്കാൻ ഇങ്ങനെ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ട് ക്ലീൻ ആയിട്ടുള്ള ബെഡ്ഷീറ്റ് വിരിച്ച് ബെഡ് എപ്പോഴും സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉറക്കത്തിന് അത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഏഴാമത്തെ ഒരു ടിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ക്ലോക്ക് നമ്മുടെ ബെഡിൽ കിടന്ന കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരം കിടന്ന് ഫോണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ക്ലോക്കിലെ ടൈം ഇങ്ങനെ കാണുമ്പോൾ സമയം പോകുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഉറങ്ങാനായിട്ട് ഇങ്ങനെ തോന്നും. കാണാത്തൊരു സ്ഥലത്താണ് ക്ലോക്ക് ഇരിക്കുന്നത് വെച്ചാൽ സമയം നമ്മൾ ചെക്ക് ചെയ്യില്ല. ഫോണിൽ സമയം ചിലപ്പോൾ നോക്കിയെന്നൊന്നും വരില്ല. ഫോൺ ഇങ്ങനെ നോക്കി നേരം പോകുന്ന അറിയില്ല. അപ്പോൾ ഞങ്ങൾ സാധാരണ വെച്ചിരിക്കുന്നത് ഒരു ലൈറ്റ് കത്തുന്ന മോഡലിൻ്റെ ഡിജിറ്റൽ ക്ലോക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് വൈകുന്നേരം ഇനി രാവിലെ എഴുന്നേൽക്കുമ്പോഴായാലും റൂമിൽ വെളിച്ചില്ലെങ്കിലും ഒക്കെ പോലും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും ടൈം എത്രയാണ്. അപ്പോൾ ചിലവർക്ക് അങ്ങനത്തെ ലൈറ്റ്സ് ഉള്ള ക്ലോക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അല്ലാത്തവർക്ക് അങ്ങനത്തെ ക്ലോക്ക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ടൈം എപ്പോഴും കറക്റ്റ് കാണാം, കുറച്ചും കൂടി ടൈമിങ്ങിന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. എട്ടാമത്തെ ഒരു ടിപ്പ് എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ വൈകുന്നേരം കിടക്കുമ്പോൾ പല ചിന്തകൾ മനസ്സിലിങ്ങനെ വരാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോഴാണ് ഉറക്കക്കുറവ് വരുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ. അടുത്ത ദിവസം ജോലി കാര്യങ്ങൾ, വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, സ്റ്റുഡൻസ് ആണെങ്കിൽ പഠിച്ച് തീർക്കാത്ത കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒട്ടും ഉറങ്ങാനായിട്ടും പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, കിടക്കുന്നതിന് മുൻപ് ഒരു പുസ്തകം എടുത്തിട്ട് അടുത്ത ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ അതെല്ലാം എഴുതി വെക്കുക. ഇനി അത് എഴുതി വെക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ എഴുതി വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് കുറച്ച് അലാറംസ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കും. നാളെ
എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതാണെങ്കിൽ അലാറം സെറ്റ് ചെയ്ത് വെക്കുന്ന ഇന്ന ടൈമിൽ ഞാൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പകുതി ആശ്വാസമായി. പിന്നെ അതിങ്ങനെ ആലോചിച്ച് കിടക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, അയ്യോ നാളെ ഇത് ചെയ്യണ്ടേ, അത് മറന്നുപോയി ആകെ പ്രശ്നമാവില്ല, അപ്പോൾ ഇത് ചെയ്ത് തീർക്കണ്ടേ. അത് ആലോചിച്ച് ഉറക്കം വരില്ല. അപ്പോൾ ഫോൺ നോക്കലും ഈ ആലോചനയാണ് പലപ്പോഴും നമ്മുടെ സ്ത്രീകൾക്കായാലും ഏറ്റവും ഉറക്കക്കുറവിൻ്റെ ഒരു റീസൺ. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതുകൊണ്ടാണ് നമുക്കിതിങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള 2-3 ടെക്നിക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ ടൈമിങ് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. 9ാമത് പിന്നെ വെച്ചാൽ നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുക, നെഗറ്റീവ് ബുക്സ് വായിക്കുക, ഇതൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരു വൈബ് കിട്ടും കേട്ടോ. പ്രത്യേകിച്ച് ഉറങ്ങി കഴിയുമ്പോൾ പിന്നെ നമുക്ക് സ്വപ്നങ്ങളും അങ്ങനത്തെയൊക്കെ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടായിരിക്കും നമ്മുടെ ഉറക്കം ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറങ്ങുന്നതിന് മുൻപ് അങ്ങനത്തെ കാര്യങ്ങൾ കാണാതിരിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ഫോണിൽ എന്ത് കാണായാലും നല്ല കാര്യങ്ങൾ കാണാം. അതോടൊപ്പം തന്നെ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ, ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോസ് അങ്ങനത്തെ ഒന്നും കാണാതിരിക്കാൻ നോക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വിശക്കാനായിട്ട് തുടങ്ങും. ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്കൊക്കെ വിശക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വിശക്കുമ്പോൾ പിന്നെ വൈകുന്നേരം നമുക്ക് ഒട്ടും ഉറക്കം വരില്ലേ, വീണ്ടും വിശപ്പ് വരാൻ തുടങ്ങുമ്പോഴേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വീഡിയോസ് പരമാവധി കുറച്ച് കാണും. ഞാൻ ഒട്ടും കാണാറില്ല. നമുക്ക് എന്തെങ്കിലും വല്ല ഇൻഫോർമേറ്റീവ് വീഡിയോസോ തമാശയോ അങ്ങനത്തെയൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് ഉറങ്ങാനായിട്ടും കൂടി നോക്കുക. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫോൺ ഞാൻ പറഞ്ഞല്ലോ ഒരു 15 മിനിറ്റ് മുമ്പ് ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുക. ഏറ്റവും ലാസ്റ്റായിട്ട് ശരിയായിട്ടുള്ള ഉറക്കം നമ്മുടെ ബോഡിക്കും മനസ്സിനും ആരോഗ്യത്തിനൊക്കെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പണ്ടൊക്കെ നമുക്കത് നന്നായിട്ട് തന്നെ കിട്ടിയിരുന്നു. ആദ്യമൊക്കെ പറയാറ് ഉറക്കം മടിയുടെ ലക്ഷണമാണ്, ഭയങ്കര ഉറക്കമാണ് എന്നൊക്കെ പറഞ്ഞ് കംപ്ലയിൻ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ശരിയായിട്ടുള്ള ഉറക്കം കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഉറങ്ങാനായിട്ട് ഇതിലുള്ള ഏതെങ്കിലും ഒരു ടിപ്സൊക്കെ ഫോളോ ചെയ്ത് നിങ്ങൾ ശ്രമിക്കുക. നമ്മുടെ മൈൻഡിൽ നമ്മൾ മാറ്റം വരുത്തണം എന്ന് വിചാരിച്ചാൽ മാത്രമാണ് ഏതൊരു കാര്യം മാറ്റാൻ പറ്റുള്ളൂ. എന്തോരം വീഡിയോ കണ്ടോട്ടെ, എത്ര മോട്ടിവേഷൻ കേട്ടോട്ടെ, അതുകൊണ്ടൊരു പ്രയോജനമില്ല. ശരിക്കും മോട്ടിവേഷൻ വീഡിയോ കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവണമെങ്കിൽ നമ്മളെന്തെങ്കിലും മാറ്റം വരുത്തണം. എന്നിട്ട് അത് ഫോളോ ചെയ്ത് ഹാബിറ്റായിട്ട് മാറ്റണം. അല്ലാതെ ഒരു ദിവസം ഇത് മോട്ടിവേഷൻ കേട്ട് ചെയ്തു, അടുത്ത ദിവസം എനിക്ക് മോട്ടിവേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ അത് ഒരിക്കലും കറക്റ്റ് അല്ല. അതൊരു ഹാബിറ്റ് ആക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് നാളത്തേക്ക് മാത്രം ഉള്ളൊരു കാര്യമായിട്ട് മാറും. അപ്പോൾ അതൊരു ഹാബിറ്റായിട്ട് മാറാൻ ഇന്ന് മുതൽ ചെറിയ സ്റ്റെപ്പ്, ഒരു 15 മിനിറ്റ് മുൻപെങ്കിലും ഫോൺ ഓഫ് ചെയ്ത് ഉറങ്ങും എന്നുള്ള ഡിസിഷനെങ്കിലും എടുത്ത് നമ്മൾ ഉറക്കം കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതൊരിക്കലും എല്ലാ കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.